ഹലോ, ഇന്ന് ഞാൻ ഒരു പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പേപ്പർ മതി നമുക്ക് 2ഓ 3ഓ അടിപൊളിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കിയാലോ. ഇത് ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തേക്കുന്നത്. പല്ലവന് കൈ കിട്ടുന്നതൊക്കെ ആയുധമെന്ന് പറഞ്ഞെന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ ഞാനിവിടെയൊക്കെ കോമ്പസ് നോക്കിയിട്ട് കിട്ടിയില്ല. അവസാനം ഈ ഒരു സെലോ ടേപ്പിൻ്റെ ഈ റോളുണ്ടല്ലോ, ഇതെടുത്തിട്ട് ഇതിൻ്റെ ഒരു അളവിനാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഒന്ന് അതിൻ്റെ പുറവശത്തെ അളവും ഒന്ന് അതിൻ്റെ അകവശത്തെ അളവും, പിന്നെ ഞാനൊരു ചെറിയ പാത്രത്തിൻ്റെതും കൂടെ എടുത്ത്, ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രമാണ്, അത് വെച്ചും കൂടെ ഒന്ന് അളന്ന് വട്ടം വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു 3 സർക്കിൾ വെച്ചാണ് ഞാൻ ഇന്ന് പൂ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് 3 സർക്കിളിൽ നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പെറ്റൽസ് പോലെ ഒരു 8 പെറ്റൽസ് നമുക്കൊന്ന് വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. നടുക്ക് കുറച്ച് ഭാഗം വിട്ടിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലും സെൻറ്റർ നോക്കി ക്രോസ് ആയിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാം. പിന്നെ ഓരോന്നിൻ്റെയും ഇടയിലായിട്ട് വീണ്ടും ഓരോ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 8 പെറ്റൽസ് മോഡലിലായിട്ട് നമുക്ക് കിട്ടുവേ. ഇതുപോലെ തന്നെ നമ്മുടെ ഈ 3 ഫോം ഷീറ്റിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പെറ്റലിനും പെറ്റലിൻ്റേതായ ഷേപ്പ് വേണമല്ലോ. അപ്പോൾ ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ഒരു കേർവ് രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഒരു റൗണ്ട് ഫുള്ളും കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ തിരിച്ച് പിടിച്ചിട്ട് വീണ്ടും മറ്റേ സൈഡ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റേ 2 ഫോം ഷീറ്റിലും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അടുത്തതായിട്ട് നമ്മുടെ പൂവിൻ്റെ മിഡിലിൽ വെക്കാനായിട്ട് ഞാൻ വേറെ ഒരു ഗോൾഡൻ കളറിലുള്ള ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവറിൻ്റെ ഒരു പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്ത് ഞാനത് പഞ്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഗോൾഡൻ കളറ് പൂവ് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മുടെ പൂവിന് ഒരു ഷേപ്പ് വരുത്താനായിട്ട് അയൺ ബോക്സ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കൈ ഒട്ടും തന്നെ ടച്ച് ചെയ്യാതെ നല്ല ശ്രദ്ധയോടുകൂടി നമ്മളിങ്ങനെ ചെയ്യണം. അതായത് നമ്മുടെ ഗ്ലിറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, എം ടി ആയിട്ടുള്ള ആ സൈഡ് വേണം ചൂട് കൊടുക്കാൻ. ചൂട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ അതിനെ എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മിഡിലായിട്ട് എന്തെങ്കിലും ഒരു വട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടുന്നതാണ്. ഇത് ചൂടാവുമ്പം നമ്മുടെ ഈ പെറ്റൽസ് ഉണ്ടല്ലോ, കറക്റ്റ് ഒരു പെറ്റലിൻ്റെ ഷേപ്പിന് ഇങ്ങനെ എംബോസ് ചെയ്ത് വരും. അത് നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് മാറ്റാവുന്നതാണ്. മാറ്റി ഇതുപോലെ ഏതെങ്കിലും ഒരു പഞ്ഞിയായിട്ടുള്ള ക്ലോത്തോ അല്ലെങ്കിൽ ഒരു തലേണയോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിന് നമ്മുടെ പെറ്റൽസ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ യെല്ലോ കളറിൽ നമ്മൾ ചെറുതായിട്ട് വെച്ചല്ലോ, അതിനെയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. അത് ഞാൻ മറുവശത്താണ് വെക്കുന്നത്, കാരണം നമുക്ക് എന്നാലേ ഈ പൂ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഷേപ്പ് കിട്ടത്തുള്ളേ. അങ്ങനെ നമ്മുടെ പെറ്റൽസ് 3 റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും വലുത്, ചെറുത്, അതിനെക്കാട്ടിലും ചെറുത്. അപ്പോൾ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഞാനൊന്നും ചെയ്യുന്നില്ല. ഈ മീഡിയം സൈസ് ഉണ്ടല്ലോ, അതിൻ്റെ ഓരോ പെറ്റലിൻ്റെ അടിവശത്തും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂട് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വലിച്ചു വിടുമ്പോൾ ഉണ്ടല്ലോ, നല്ല ഒരു പെറ്റലിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. ചൂട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മെഴുകുതിരിയോ വേറെ ഒരു ഇതും വെച്ച് ചൂട് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് കരിഞ്ഞു പോകും, അതായത് കറുത്ത കളറാവും. ലൈറ്റർ ഉപയോഗിച്ച് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളേ. അതുപോലെ ഒത്തിരി വലിക്കുവാണെങ്കിൽ കീറി വരാനും ചാൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ഇത് കണ്ട് നല്ല ഒരു ഷേപ്പിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയത് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ ഷേപ്പ് ഉണ്ടാക്കിയത് വെക്കണം. ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്താണ് ഇത് ഒട്ടിച്ച് വയ്ക്കുന്നത്. വീണ്ടും മിഡിലായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും ചെറിയതായിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ആ പെറ്റലും കൂടെ ഒട്ടിച്ച് പിടിപ്പിക്കാം. അതിൻ്റെ മുകളിന് ഇനി ഇച്ചിരിയും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ യെല്ലോ കളർ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ പൂവിൻ്റെ, അതും കൂടെ ഒന്ന് ഒട്ടിച്ച് പിടിപ്പിക്കാം. അങ്ങനെ അടിപൊളിയായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് മാത്രം ഉപയോഗിച്ച് നമ്മളൊരു പൂ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.